നമസ്കാരം. ഒരുപാട് സസ്പെൻസുകളോടുകൂടിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 മുന്നോട്ട് പോകുന്നത്. ഓരോ ആഴ്ചയിലും മാറായിരിക്കും പുറത്തു പോവുക എന്ന ആകാംക്ഷയിൽ തന്നെയാണ് പ്രേക്ഷകർ. എന്നാൽ പ്രേക്ഷകർ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ ആയിരുന്നു ഇന്നലെ സംഭവിച്ചത്. അൺഫെയർ എവിക്ഷൻ ആയി പോയി എന്ന അഭിപ്രായമുള്ള ഒരു വിഭാഗം പ്രേക്ഷകരും ഉണ്ട്. ഒനീൻ, ശാരിക, രേണു തുടങ്ങിയ ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥികൾ ഹൗസിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഇതിന് കാരണം. 100 ദിവസം ഹൗസിൽ തികയ്ക്കുമെന്നുള്ള വിശ്വാസം ബിൻസിക്കും ഉണ്ടായിരുന്നു. ബിൻസി എവിക്റ്റ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അപ്പാനി ശരത്തായിരുന്നു. ബിൻസി കെട്ടിപ്പിടിച്ചു കരയുകയും ചെയ്തിരുന്നു. എന്നാൽ അപ്പാനി ശരത് ബിൻസി കോംബോയ്ക്ക് ഇവർക്കിടയിൽ സൗഹൃദത്തിനും മുകളിൽ എന്തോ ഉണ്ടെന്നുള്ള അഭിപ്രായം ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും ഉണ്ട്, അതുപോലെ ഹൗസിലുള്ളവർക്കും ഉണ്ട്. അപ്പാനി ബിൻസി കോംബോ കാണേണ്ടി വന്നില്ല. ബിഗ് ബോസ് ഒരു കുടുംബം രക്ഷിച്ചു. അപ്പാനിയുടെ കുടുംബം രക്ഷിച്ച ബിഗ് ബോസിന് നന്ദി. അപ്പാനിയുടെ ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇതൊക്കെയാണ് ബിൻസിയുടെ എവിക്ഷൻ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഏറെയും കമന്റുകൾ. ഇപ്പോഴത്തെ ഇവരുടെ കോംബോയെ കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസിന് കുറെ നാൾ ഓടിക്കാനുള്ള നാറ്റ കണ്ടന്റ് ബിൻസി വീട്ടിൽ തുടർന്നുവെങ്കിൽ കിട്ടുമായിരുന്നുവെന്ന് സായി പറഞ്ഞു. ബിൻസി പുറത്താക്കാതെ ഹൗസിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഡബിൾ മടങ്ങ് കണ്ടന്റ് കിട്ടുമായിരുന്നു. കാരണം അപ്പാനി ശരത്തും ബിൻസിയും തമ്മിലുള്ള ഒരു കോംബോയുണ്ട്. അത് ഏത് സെൻസിലാണ് പുറത്തേക്ക് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കോംബോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈവ് കാണുന്ന ആളുകൾ നോട്ട് ചെയ്ത കോംബോ ആയിരുന്നു. മാത്രമല്ല, ബിൻസി പുറത്തായപ്പോൾ നിരവധി കമന്റുകൾ വന്നിരുന്നു. നേരത്തെ ബിൻസി പുറത്തായത് നന്നായി, അല്ലെങ്കിൽ ശരത്തിന്റെ കുടുംബം കലങ്ങിയേനെ എന്നായിരുന്നു കമന്റുകൾ. ബിഗ് ബോസിന് ഒരു നാറ്റ കണ്ടന്റ് ഓടിക്കാനുള്ള സാധനം അതിനുള്ളിൽ നിന്ന് നാട്ടുകാർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാൾ ഹെവി ആയിരുന്നു. കുറച്ച് നാറിയ കണ്ടന്റ് ആയിരുന്നുവെങ്കിലും ബിഗ് ബോസ് ലൈവ് കാണാത്തത് കൊണ്ടാണോ ആ കോംബോ പൊളിഞ്ഞതെന്ന് അറിയില്ല. ബിഗ് ബോസിന്റെ ലൈവിൽ നിന്നും സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ടീം ഉറങ്ങിപ്പോയോ എന്നും ഡൗട്ടുണ്ട്. അതുപോലെ ഹൗസിനുള്ളിൽ വെച്ച് തല മസാജ് ചെയ്യുന്ന പരിപാടികളും എല്ലാം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ലൈവ് ടീം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ഇതൊക്കെ. ഇനി ബിൻസി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ അപ്പാനി ശരത് ബിൻസി കോംബോയെ കുറിച്ച് ശാരികയും രേണുവും തമ്മിൽ ഡിസ്കഷൻ നടത്തിയിരുന്നു. ബിൻസി പോയപ്പോൾ അപ്പാനി കരയുന്നത് കണ്ടും കെട്ടിപ്പിടിക്കുന്നത് കണ്ടും ഞാൻ ഞെട്ടിപ്പോയി. ഇതാണ് ശാരിക പറഞ്ഞത്. രേണുവും അവരും തമ്മിൽ 2 ദിവസമായി ഭയങ്കര അടുപ്പമാണെന്ന് ശാരികയോട് അപ്പോൾ പറയുകയും ചെയ്തു. അത് എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ട്. അപ്പാനി ശരത് ബിൻസി കോംബോ ഉണ്ടായിരുന്നുവെങ്കിൽ രേണു വരെ ഫയർ ആകുമായിരുന്നു. ഇതും സായി കൃഷ്ണ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറയുന്നതിലൊക്കെ എന്തോ സത്യമുണ്ടെന്ന് തോന്നുന്നില്ലേ?